അപ്പം അനുഭവങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കലാമൂലോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ കോട്ടയത്ത്, ഞങ്ങൾ ഇവനും ചങ്ങനാശ്ശേരിയാണ്, ഞങ്ങൾ കോട്ടയമാണ്. അപ്പം കോട്ടയത്ത് ഞങ്ങൾ ഒരുപാടി മാട്ട പരിപാടികൾ, ചെറിയ ചെറിയ നമ്മളെ മിമിക്രിക്കാരുടെ ഭാഷയാണ് മാട്ട പരിപാടി. നമ്മളും അങ്ങനെ തന്നെ പറയാം. കലാഭവനിലെ നമ്മുടെ ഒരു സൈനുദ്ദീൻ്റെ ഒരു വലിയ തമാശയുണ്ട്. സൈനുദ്ദീൻ ഈ മാട്ട ഇടയ്ക്കിടയ്ക്ക് പിടിക്കും. അപ്പോൾ അന്ന് ആദ്യം തന്നെ നമുക്ക് ലിസ്റ്റ് തരും, കലാഭവനിൽ എത്ര പ്രോഗ്രാം ഉണ്ട്, അതൊരു 10 പരിപാടി ഉണ്ടെങ്കിൽ ആ ഡേറ്റ്സ് ഒക്കെ കുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഗ്യാപ്പിലാണ് മാട്ട പിടിക്കുക. സൈനുദ്ദീൻ ഒരു മാട്ട പിടിച്ചിട്ട് ആ ഡേറ്റിൽ കലാഭവൻ്റെ ബുക്കിംഗ് വന്നു. അപ്പോൾ മാട്ടയുടെ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. അപ്പോൾ മാട്ടയ്ക്ക് പോയില്ലെങ്കിൽ ഇടിയുള്ളൂ, കാരണം ലോക്കൽസ് ആണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് ഉണ്ടാവില്ല, ആ ദിവസം ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ എനിക്കന്ന് വന്നാൽ എന്ന് ചോദിച്ചു. അപ്പോൾ മാട്ട എന്ന് പറഞ്ഞാൽ മാട്ടയ്ക്ക് പോകാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ പറഞ്ഞു, അന്ന് എനിക്ക് പനിയായിരിക്കും അച്ഛോ. അതേപോലെ ഒരു മാട്ട ഞങ്ങൾ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു, ചാച്ചൻ പോലീസ്, ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പം ആ കെയർ ഓഫിൽ അപ്പോൾ പരിപാടി തപ്പി നടക്കാണ്. അപ്പം ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഇല്ല. മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ചിട്ടുമില്ല. എന്നാൽ ഇതെന്താണ്, ഇതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈ പരിപാടി ബുക്ക് ചെയ്യണം ചേട്ടാ, ഈ കാക്കയും പട്ടിയും പൂജക്കാരൻ സൗണ്ട് ഇല്ലേ, അതൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സമയമുണ്ട് കോട്ടയത്ത്. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ ഒരു സ്വപ്നകുമാർ എന്നാണ്, ഞങ്ങൾ അവനെ സ്വപ്നം എന്ന് വിളിക്കും. അവൻ്റെ അച്ഛൻ സോമൻ സാർ എയർ ക്യാമ്പിലെ SI ആയിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പരിപാടികളൊക്കെ ഉണ്ടെന്ന് സോമൻ സാറിന് അറിയാം. അപ്പോൾ എന്നാൽ പുള്ളിക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല, എന്തോ ഇവന്മാർ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്നോടാ സബ് ജയിൽ ഓണാഘോഷ പരിപാടിക്ക് നിങ്ങളുടെ എന്താ സംഭവം എന്താ അത് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി ചെയ്ത് നോക്കണം. അപ്പം ഹാപ്പിയായി. അപ്പോൾ പൈസ ഒന്നും ചോദിക്കും, നമ്മൾ അവിടെ അവസരം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞു, എടാ പ്രചോദനം ഇങ്ങനെ ഇവിടെ സബ് ജയിലിൽ ഒരു പരിപാടിയുണ്ട്. പിന്നെ ചേട്ടച്ചാരുണ്ട്, ശിവചാനുണ്ട്, ജയകുമാറുണ്ട്. ഞങ്ങൾ 4 പേരോടാണ് ചെല്ലുന്നത്. അപ്പോൾ സോമൻ സാർ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നൊരു മധു സാറിനെ അന്വേഷിച്ചാൽ മതി, മധു സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ സബ് ജയിലിനും അതൊക്കെ ചെന്ന്, വലിയ കാര്യമില്ല, സബ് ജയിലിൽ ഇങ്ങനെ തൊഴുതിട്ടൊക്കെ ഞങ്ങൾ അകത്തോട്ട് ചെന്നപ്പോൾ എന്താ ഞങ്ങൾ പറഞ്ഞിങ്ങനെ ഓണാഘോഷ പരിപാടിക്ക് മധു സാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ഒരു റൂമിനകത്ത് ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ മിക്സർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഓഫീസേഴ്സൊക്കെ വന്ന് അവരൊക്കെ കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് എന്തോ പോയിട്ടുള്ളൂ. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ 3-4 പോലീസുകാർ വന്നു. ഇതെവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രോഗ്രാം പറഞ്ഞിട്ട് വന്ന മിമിക്രിക്ക് വന്ന്. മിമിക്രി ആര് പറഞ്ഞിട്ട് വന്ന്? മധു സാറ് പറഞ്ഞിട്ട്. ഇവിടെ 2-3 മധു ഉണ്ട്. ഏത് മധുവാടെ ഇവരെ വിളിച്ചത് എന്ന് ചോദിച്ചു. മറ്റേ ആ പി മധു ആയിരിക്കുമോ? ഉടനെ വേറൊരു പോലീസുകാർ, അവനിങ്ങനത്തെ അബദ്ധത്തിനൊന്നും കൂട്ടി നിൽക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പരസ്പരം നോക്കി, ഇതൊരു അബദ്ധമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ചെല്ല് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം ഈ തടവുകാരൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾ മിമിക്രി അങ്ങ് തുടങ്ങി. ഇവൻ്റെ അന്നത്തെ അരിയിടിക്കാന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. അരിയിടിക്കുമ്പോൾ പറയണം ആ പാട്ടൊക്കെ പാരടിയൊക്കെ പാടി ഞങ്ങൾ എന്തൊക്കെ മിമിക്രി കാണിച്ചു. പക്ഷെ ആരും ചിരിക്കുന്നില്ല. ഈ തടവുകാരെല്ലാം ഞങ്ങളെ നോക്കി നിൽക്കുക. അപ്പം ഞങ്ങളിത് എന്താ ഇവർ ചിരിക്കുക? അപ്പം ഞങ്ങൾ നോക്കും, എനിക്ക് ഡൗട്ടായി. കാര്യം ഞങ്ങളാണ് തടവുകാരനെ, അവരാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മളെ തന്നെ നോക്കിയിരിക്കുക. ഒരു വിധത്തിൽ പ്രോഗ്രാം എല്ലാം അവതരിപ്പിച്ച് അന്ന് ഓണാഘോഷ പരിപാടിയൊക്കെ. അപ്പോൾ അന്ന് സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തടവുകാർക്കൊപ്പം ഇങ്ങനത്തെ ഞങ്ങളെ കൊണ്ടിരിപ്പുണ്ട്. പോലീസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ അടുത്തിരുന്ന തടവുകാരനോട് ചോദിച്ചു, ഇതെന്താണ് ചിരിക്കാത്തതെന്നുള്ള സംഭവം ചോദിച്ചു. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെന്ന് ചോദിച്ചു, ഡയറക്റ്റ് ചോദിച്ചാണ്. ഇതൊരു തടവുകാരൻ, ഞാൻ തടവുകാരനാണ് കഴിച്ചുകൊണ്ടിരിക്കുക. പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടാ നമസ്കാരം, നമ്മളെ പരിപാടി ഇപ്പം മിമിക്രി ഒക്കെ ചെയ്തതാ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഞങ്ങളുടെ പരിപാടി? ഇപ്പം മിമിക്രി ഞങ്ങളുടെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടിയോ? ഇപ്പം ഞങ്ങൾ 4 പേരുടെ മിമിക്രി പരിപാടി ചെയ്തല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു ആ പരിപാടി? അത് നിന്റെയൊക്കെ മിമിക്രി പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ശിക്ഷയുടെ ഒരു ഭാഗമായിരിക്കും. എന്നതാണാ കാണിച്ചത് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ഉത്തരം കേട്ടപ്പോൾ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നൊക്കെ തോന്നില്ല ആ ഒരു ഇതിൽ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ആ തടവുകാരൻ മറ്റുള്ള തടവുകാരോട് ഇത് പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു പാഠം മനസ്സിലായത്, തമാശ ഉണ്ടാക്കാനും അത് നന്നായി പ്രസൻറ്റ് ചെയ്യാനും നമ്മളെക്കാൾ കഴിവുള്ളവർ ഒരു പക്ഷേ നമ്മുടെ മുൻപിലിരുന്ന് പ്രോഗ്രാം കാണാനുണ്ടാവും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു പാഠമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വെരി ഗുഡ്. അന്നാ ജയിലിൽ വെച്ച് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റിയ കാര്യം അവരുടെ കുറച്ച് അനുഭവങ്ങളൊക്കെ അവരോട് നമ്മളോട് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനിയായി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പരിചയപ്പെട്ടപ്പോഴാണ് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്. കാര്യം ആ ഇടയ്ക്ക് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു മോഷ്ടാവെന്ന് പറഞ്ഞാൽ വളരെ ഭീകര കള്ളൻ. വളരെ പ്ലാൻഡായിട്ട് പോലീസുകാർക്കൊക്കെ തലവേദനയായിട്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ക്ലീനായിട്ട് മോഷ്ടിക്കുന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് നമ്മുടെ പരിപാടി ഇഷ്ടപ്പെടുന്നത് ഞങ്ങളോട് കുറേ കാര്യമൊക്കെ സംസാരിച്ചിട്ട് മോഷ്ടിക്കുന്ന കുറച്ച് ചെപ്പടി വിദ്യകളൊക്കെ അവിടെ പുള്ളി പറയുകയും ചെയ്യും. ചില കമ്പികൾ കണ്ടു കഴിഞ്ഞാൽ അയാളോട് വളയ്ക്കൂ എന്ന് പറയുന്നത് കമ്പികൾ അയാളോട് പറയാൻ തോന്നുന്നു, എന്നെ ഒന്ന് വളയ്ക്കൂ എന്ന്. അത്തരത്തിൽ വളച്ചകത്ത് കയറുന്ന ഒരു കള. അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞ് ഭയങ്കര കമ്പനിയായിട്ട് അവസാനം എന്നോട് ചോദിച്ച്, ഷാജുവിൻ്റെ വീട് എവിടെയാന്ന് ചോദിച്ചു.
അപ്പം ഞാനൊന്ന് ഞെട്ടി. കാരണം ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വരാനുള്ളൊരു പ്ലാൻ ആണോ എന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭരിച്ച് വീടിൻ്റെ കറക്റ്റ് അഡ്രസ്സ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ഷാജോന്റെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു. അല്ല, ഇവൻ്റെ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു. Viva Cinema Chirima.